വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ വ്ളോഗും കാര്യങ്ങളും ഒന്നല്ല. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു റെസിപ്പി വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നിട്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ആദ്യമൊക്കെ അപ്ലോഡ് ചെയ്തിരുന്ന കുക്കിംഗ് വീഡിയോസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോക്കാട്ടോ, ഞാൻ ഒരുപാട് റെസിപ്പി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ റെസിപ്പി വീഡിയോസ് ഒന്നും ചെയ്യാറൊന്നുമില്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡ്രിങ്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. വാട്ടർമെലൺ ഡ്രിങ്ക്, ചിലർ വത്തക്ക അതുപോലെ തന്നെ തണ്ണിമത്തൻ എന്നൊക്കെ പറയും. അപ്പോൾ വാട്ടർമെലൻ്റെ ഡ്രിങ്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനോ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ. വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇപ്പോൾ പുറത്ത് നല്ല ചൂടാണല്ലോ, അപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ നല്ലതാണ് കേട്ടോ ഈ വാട്ടർമെലൻ്റെ ഡ്രിങ്കൊക്കെ കുടിക്കുന്നത്. വാട്ടർമെലൻ വെറുതെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ പുറത്തൊക്കെ ഒന്ന് പോയി വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഉണ്ടാക്കാൻ പോകില്ല, അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ ഒരുപാട് ഇതാക്കി കാണിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ കാണിച്ചു പോകാം കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ഞാനിപ്പോൾ ഇതാ കിച്ചണിൽ നിന്നിട്ടാട്ടോ ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. നമ്മളിതുവരെ കിച്ചണിൽ നിന്നിട്ടൊന്നും ഇൻട്രോ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വത്തക്ക വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ കഷ്ണം വത്തക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വത്തക്ക എടുക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ചെറിയ വത്തക്ക വേണമെങ്കിലൊക്കെ എടുക്കാം. അപ്പോൾ ഇത് ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ കഷ്ണം വത്തക്ക എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വരട്ട് കൊടുക്കുന്നുണ്ട്. അതായത് വത്തക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നുണ്ട് കേട്ടോ. അതിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഞാനത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഡ്രിങ്കിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് കേട്ടോ നല്ലത്. ഒരുപാട് വലിയ കഷ്ണങ്ങളാവാനും പാടില്ല, നല്ല ചെറിയ കഷ്ണങ്ങളാവാൻ പാടില്ല. നമുക്കിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. അങ്ങനെ വേണം കേട്ടോ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുള്ള വത്തക്കയിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2.5 ടീസ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര തന്നെ മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. ഇതിപ്പോൾ റെഡിയാക്കി വരുമ്പോൾ നമ്മുടെ മധുരമൊക്കെ കറക്റ്റ് ആയിരിക്കും. അതാണ് ഞാൻ 2.5 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മധുരം കറക്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ള വത്തക്ക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വത്തക്കൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പഞ്ചസാരൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അലിഞ്ഞ് വരണം. ഇതിപ്പോൾ നമ്മൾ മിക്സിയിലിടേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നല്ല തണുത്ത പാലാണ് കേട്ടോ. ചെറിയ ചെറിയ കട്ടൊക്കെ ഉണ്ട്. ഞാൻ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്ത പാലാണ്. 1 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഇതിൻ്റെ മെഷർമെൻ്റൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബൊക്കെ ചേർക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പാല് നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഐസ് ക്യൂബൊന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പാലൊഴിച്ചതിന് ശേഷം നമ്മൾ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ മധുരം ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വത്തക്ക വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വത്തക്ക മിൽക്ക് ഷേക്ക്, വാട്ടർമെലൺ മിൽക്ക് ഷേക്ക് എന്നൊക്കെ പറയാം. പിന്നെ ഇതിങ്ങനെ കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ വത്തക്കൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടാവും. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ വേണ്ടി കിട്ടും. നമ്മൾ ചൂടുകാലത്തൊക്കെ ഇത് കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ വെയിലത്തൊക്കെ പോയി എന്നിട്ട് ഇത് ഉണ്ടാക്കി കുടിക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടും. പിന്നെ നമുക്ക് നോമ്പൊക്കെ അല്ലേ വരുന്നത്, നോമ്പിൻ്റെ സമയത്തൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ആളുകൾക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.